ധനം ധനം നമ്മളവിടെ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 5 എപ്പിസോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു 6ാമത്തെ എപ്പിസോഡ്. ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊക്കെ ഒന്നും അറിയാം. ഓരോ രൂപ, 100 രൂപ, 1000 രൂപ, 10,000 രൂപ, 20,000 രൂപ, അങ്ങനെ ലക്ഷങ്ങൾ, കോടികൾ, ബില്യൺസ്, കോടാനുകോടി, ബില്യൺസ്, ഇങ്ങനെ മില്യൺസ്, ബില്യൺസ്, അതൊക്കെ കൂടെ വന്നിട്ട് വലിയൊരു എമൗണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പലരും ധനത്തെ കാണുന്നത്. ഈ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രയവിക്രയങ്ങൾ, അവരവരുടെ വിനിമയ നിരക്കുകൾ, കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ധനം അതൊക്കെ തന്നെയാണെങ്കിൽ ആത്മീയ ധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആത്മീയ ധനം ഏത് രീതിയിലാണോ അതിനനുസരിച്ച് വരും നമ്മൾ ഓരോരുത്തരുടെയും ഭൗതിക ധനത്തിന്റെ നിലനിൽപ്പ്. നമ്മളെ കയ്യിൽ ഇപ്പൊ ബില്യൺസ് ഉണ്ട്. നമ്മളൊരു കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിനെ കൊള്ളയടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആര്? ഈ പറഞ്ഞ വിദേശികള്, അങ്ങനെയുള്ള. അപ്പൊ ഇവിടുന്ന് ഈ ഇന്ത്യയിൽ നിന്നും വിവിധ അമ്പലങ്ങള്, വിവിധ രാജാക്കന്മാരെ തമ്മിൽ തെറ്റിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോയതിനു ശേഷം അവരത്രയും ഗംഭീരമായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് എന്തായിരുന്നു? ഈ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 200-300 വർഷങ്ങളുടെ ആ ഒരു ചരിത്രമാണ് പറയുന്നത്. അതിന്റെ മുന്നേ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യ? അതിന്റെ മുന്നേ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യ? ക്രിസ്തു വർഷം, ക്രിസ്തീയ വർഷം, ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ? അതിനു മുന്നേ എന്തായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ? ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഭാരതീയന്മാർ മാത്രം ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഏത് വിധത്തിലായിരുന്നു നമ്മളിലേക്ക് ധനം എത്തിയിരുന്നത്, ഏത് വിധത്തിലായിരുന്നു നമ്മൾ ധനം സമ്പാദിച്ചിരുന്നത്, ഏത് വിധത്തിലായിരുന്നു നമ്മൾ ധനം വിനിയോഗിച്ചിരുന്നത്. ഞാൻ ചുമ്മാ ഈ കോട്ടൊന്നും എന്ന് എടുത്തിട്ടതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ അനവധി പോക്കറ്റുകളുള്ള ഒരു കോട്ടാണ്. കുറെ മുന്നേ വാങ്ങിയതാണ്. ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറയാനൊക്കെ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ അനവധി ധനം ഉപയോഗിക്കുന്ന പല സാധനങ്ങളും ഞാൻ ഇന്നലെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാൻ വെറുതെ യൂത്ത് ഫെസ്റ്റിവലിന്റെ കലോത്സവത്തിന് അങ്ങോട്ട് ഇതിട്ടിട്ടാണ് പോയത്. ഒരുപാട് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ധനം എത്രത്തോളം സമ്പാദിക്കുന്നുണ്ടോ അത്രത്തോളം അത് സ്റ്റോർ ചെയ്യാനുള്ള വിവിധ മേഖലകൾ റെഡിയാക്കി അവനവന്റെ രീതിയിലുള്ള, അത് ആത്മീയമായാലും ശരി, ഭൗതികമായാലും ശരി, അത് വിവിധ മേഖലകളിൽ ഇതിനെ സമ്പാദിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യകാലത്ത്, അതാണ് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാമെന്ന് പറയുന്നത്.